+1 മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇതിൽ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനും നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനും പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരേ സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഞാനിപ്പോൾ ഒരേ സ്പീഡിൽ, അതായത് എൻ്റെ സ്പീഡൊന്നും മാറുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാന്ന്, എൻ്റെ കാറാണ് മുന്നോട്ട് പോകുന്നത് അതോ എൻ്റെ സറൗണ്ടിങ്സ് ആണ് ബാക്കോട്ട് വരുന്നത്? ബ്രോ, അത് രണ്ടും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. അതായത് എനക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ കാറാണ് മുന്നോട്ട് പോകുന്നത്, സറൗണ്ടിങ്സ് അവിടെ തന്നെ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ എനക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ സറൗണ്ടിങ്സ് ആണ് ബാക്കോട്ട് വരുന്നത്, കാർ അവിടെ തന്നെ നിൽക്കുന്നതാണ്. ബ്രോ, അത് രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനുള്ളത് ഒരു ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഒരു ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നടക്കുന്ന ഉദാഹരണം. അതായത് എൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി എന്താണ് ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു ഒബ്ജക്റ്റ് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഒന്നുകിൽ ഒരു റെസ്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് നിൽക്കുന്നു, അപ്പോൾ എനിക്ക് പറയാം എന്ത്, ഞാൻ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ളതെന്ന് എനിക്ക് പറയാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന, അതായത് ഒരു 30 km/h സ്പീഡ് മാറാൻ പാടില്ല, ഒരേ സ്പീഡിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നതാണെങ്കിൽ എനിക്കെന്ത് പറയാം, ഞാൻ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് ഉള്ളത് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മളാണോ മുന്നോട്ട് പോകുന്നത് അതോ സറൗണ്ടിങ്സ് ആണോ ബാക്കോട്ട് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇതിൽ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു കാർ മുന്നോട്ട് എടുത്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാർ മുന്നോട്ട് എടുക്കുക എന്നുള്ള കാര്യമല്ലോ. അതായത് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എന്താ പറയുക, നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്.